അപ്പോൾ 5 കോടി റുപ്യയ്ക്ക് സാറ്റലൈറ്റ് വിക്ഷേപിക്കും എന്ന് പറയുന്ന തരത്തിലുള്ള ബജറ്റാണ് ഈ ബജറ്റ്. അതിൽ ഏറ്റവും വലിയ സാമൂഹ്യദ്രോഹം ഈ മദ്യം സുലഭമാക്കാനുള്ളതാണ്. അതിൻ്റെ മറവിൽ നടന്നിട്ടുള്ള അഴിമതിയാണ്. അത് ഇന്ന് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും. എത്ര കിട്ടി എന്ന് പറയേണ്ടി വരും. ഒരു ഭാഗത്ത് ഓപ്പറേഷൻ തൂഫാൻ നടത്തുമ്പോഴാണ് റെഡി ടു ഡ്രിങ്ക് മദ്യം എല്ലാവർക്കും ലഭ്യമാക്കിക്കൊണ്ടിരിക്കുന്നത്. കുടിപ്പിച്ച് തൂഫാനാക്കാനുള്ള പദ്ധതിയാണിത്. ഈ എം ലിജു പറയുന്നത് 2023 തന്നെ സർക്കാർ LDF സർക്കാർ ഇത്തരത്തിലുള്ള ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിക്കാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. 2025 ഈ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള പദ്ധതി വന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇത് LDF സർക്കാരിന്റെ പദ്ധതിയാണ്, അതിന് നികുതി ഇളവ് മാത്രമാണ് UDF സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളതെന്നാണ് എം ലിജു പറയുന്നത്. അതാ പറഞ്ഞത്, LDF സർക്കാരിന്റെ പഴവർഗ്ഗങ്ങളിൽ നിന്നുള്ള മദ്യത്തിനാണ് നമ്മൾ അനുമതി. കേൾക്കൂ, ചട്ടം കേൾക്കൂ. വീര്യം കുറഞ്ഞ മദ്യം എപ്പോഴും വിൽക്കാം, പക്ഷേ 251% നികുതി കൊടുക്കണം. അതവർക്ക് ലാഭകരമല്ല. അത് വ്യാപകമായി വിൽക്കാനാവില്ല 251% നികുതി കൊടുത്തിട്ട്. അപ്പോൾ നികുതി ഇളവ് മാത്രമേ ഞങ്ങൾ കൊടുത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അതാണല്ലോ ഇതിൻ്റെ പ്രശ്നം. ആ നികുതി ഇളവ് കിട്ടിയാലേ വ്യാപകമായിട്ട് ഇത് വിൽക്കാൻ പറ്റൂ. IMFലിൻ്റെ അതേ നിരക്കിൽ ഈ നികുതി ഇതിന് ചുമത്തിയാൽ, അതുകൊണ്ടാണ് നമ്മൾ നികുതി ഇളവ് കൊടുക്കാതിരുന്നത്. ഇപ്പോൾ ഹോർട്ടി വൈൻ ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്നിട്ടോ. ചട്ടത്തിൽ ഭേദഗതി കൊണ്ടുവന്ന് നിയമസഭാ കമ്മിറ്റിയിൽ അവതരിപ്പിച്ചിട്ടുള്ള കാര്യമാണത്. ഹോർട്ടി വൈൻ എന്ന കാറ്റഗറി, അതിന് പോലും വൈനിൻ്റെ നിലവിലുള്ള നികുതി നിരക്ക് എന്താണോ അതിന് ഇളവ് കൊടുത്തിട്ടില്ല. കൃഷിക്കാരുടെ കാര്യമായിട്ട് പോലും ഇളവ് കൊടുത്തിട്ടില്ല. ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. അതാ വ്യത്യാസം. പഴവും പച്ചക്കറി ഉപയോഗിച്ചല്ല, ഇത് സ്പിരിറ്റ് തന്നെ ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. മറ്റെല്ലാ മദ്യവും പോലെ സ്പിരിറ്റ് ഉപയോഗിച്ചുണ്ടാക്കുന്നതാണ്. അതിന് ഞങ്ങളൊരു നികുതി ഇളവ് മാത്രമല്ലേ കൊടുത്തിട്ടുള്ളൂ എന്ന് മറ്റേ സിനിമയിലെ ഡയലോഗ് പോലെയല്ലേ അത്. ഇത്രയൊക്കെ ചെയ്തിട്ട് അത് മാത്രമല്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. പ്രശ്നം എന്താ, 251% നിന്ന് 120% നികുതി ഇളവ് ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ വിപണി അവർക്ക് തുറന്നു കിട്ടുകയാണ്. 1000 കോടിയുടെങ്കിലും വിപണിയാണ് തുറന്നു കിട്ടുന്നത്. ഇന്നലെ ബജറ്റ് പ്രസംഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത് LDF സർക്കാർ തീരുമാനിച്ചൊന്ന് നികുതി ഘടന തീരുമാനിച്ചിരുന്നില്ല, അപ്പൊ ഞങ്ങൾ നികുതി ഘടന തീരുമാനിക്കുക മാത്രമാണ് ചെയ്തത്. അതെ, നികുതി ഘടന തീരുമാനിക്കാത്തതിന്റെ കാരണം എന്താ? ഇളവ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ്. ആ പറഞ്ഞ വാദത്തിൽ എന്താ, അതേ ഞങ്ങൾ ചെയ്തുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമായിരുന്നു. അത് ചെയ്യുന്നതോടുകൂടിയാണ് ഇത് സുലഭമാവുന്നത്. മദ്യം വിൽക്കുന്നതിന് തടസ്സം നിലവിലില്ലല്ലോ. ഏത് മദ്യവും വിൽക്കാം. വീര്യം കുറഞ്ഞ് വിൽക്കുന്നതിന് തടസ്സം വല്ലതുണ്ടോ? ഒരു തടസ്സമില്ല. അവരുടെ ആവശ്യമായിരുന്നു എന്ത്? 251 ഞങ്ങൾക്ക് ലാഭകരമാവില്ല, അത് കുറച്ച് തരണം. ആ ആവശ്യം LDF സർക്കാർ അംഗീകരിച്ചില്ല. അതാണ് കാര്യം. LDF സർക്കാർ അംഗീകരിക്കാത്തതിൻ്റെ കാരണം രണ്ടാണ്. ഒന്ന്, ഇത് സുലഭമാവും. രണ്ടാമത്തെ കാര്യം എന്താ? സർക്കാരിന് വരുമാന നഷ്ടം ഉണ്ടാവും. അതാണ് LDF സർക്കാർ അംഗീകരിക്കാത്തതിൻ്റെ കാര്യം. അപ്പം ഞങ്ങൾ ശരിയായ നടപടി സ്വീകരിച്ചു എന്ന് പറയേണ്ടി വരികയാണ് അവർക്കും. അതെ, മദ്യം ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നു. LDFനോടും LDF ഗവൺമെന്റ് ഉള്ളപ്പോഴും ആവശ്യപ്പെട്ടിരുന്നു. അതെ, വീര്യം കുറഞ്ഞ മദ്യത്തിനാണ്. അതാണ് പുതിയ ഉൽപ്പന്നമായിട്ട് വരുന്നത്. അതിന് വേറെ നിയമതടസ്സമില്ല വിൽക്കാൻ. അപ്പോൾ LDF സർക്കാർ എന്ന പുതിയ കാര്യം തീരുമാനിച്ചു പറയാൻ പറ്റില്ല. കാരണം നിയമതടസ്സമില്ല, മദ്യം ഏതും വിൽക്കാമല്ലോ. പക്ഷേ പ്രശ്നം എന്താ? തടസ്സം നികുതിയായിരുന്നു. ഈ ഉയർന്ന നികുതി കുറച്ചു തരണം എന്ന ആവശ്യം ഞങ്ങൾ അംഗീകരിച്ചില്ല. അധികാരമേറി ആദ്യ ബജറ്റിൽ തന്നെ അംഗീകരിച്ചു. ആദ്യ ബജറ്റിൽ ക്ഷേമ പെൻഷൻ കൂട്ടെന്ന് പറഞ്ഞിട്ട് അത് കൂട്ടിയിട്ടില്ല. പക്ഷേ മദ്യക്കമ്പനിയുടെ ആവശ്യം അംഗീകരിച്ചു കൊടുത്തു. പല കാര്യങ്ങളും LDFന്റെ തുടർച്ച എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ അതേ സമയത്താണ് ഈ മേനാമ്പാറയിലെ ഡിസ്റ്റിലറിനെ മിനൽ മേദിക്കടക്കം റദ്ദ് ചെയ്യുന്ന അതെല്ലാം അതാ പറഞ്ഞത്. ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ പുറത്തു വരും. ഇതൊക്കെ കർണാടക മദ്യലോബിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. പണ്ട് പേര് ചോദിച്ചത് എന്താ മലബാർ ഡിസ്റ്റിലറി നിങ്ങൾ ആരംഭിക്കാത്തതെന്നാണ്. ഇപ്പോൾ അത് ഉൽപ്പാദനം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. മദ്യലോബിക്ക് വേണ്ടി ചെയ്യുന്നതാണത്. അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ്. അല്ലാതെ പിന്നെ എങ്ങനെയാണ്? 251% ഉണ്ടായിരുന്ന നികുതി 120 കൊടുത്താൽ ഒന്നും അതിന് തോന്നുന്നില്ലേ?
ഒരു സംശയം അക്കാര്യത്തിൽ തോന്നുന്നില്ല. അത് ആദ്യത്തെ ബജറ്റിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പം എത്ര കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പങ്കിടുന്ന തന്നെയാണ്. മുഖ്യമന്ത്രിയല്ലേ നികുതി കുറച്ചത്. ബാക്കി ആർക്ക് കിട്ടി എത്ര കിട്ടി എന്നുള്ള വിവരങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമാണ്.